രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുക എന്ന് പറയുന്നത് വളരെ കുറച്ച് മനുഷ്യർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ നിന്നും നന്ദിനി നിങ്ങൾക്ക് ഇവിടെ വെച്ച് തരും ഒരു ബോള്. ആ ബോള് ഈ നൂല് ഉപയോഗിച്ചുകൊണ്ട്, ഈ നൂല് നിങ്ങൾക്ക് ഇങ്ങനെ 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 അകത്തും കൂട്ടും ഒക്കെ ചെയ്യാം. ഈ നൂല് ഉപയോഗിച്ചുകൊണ്ട് ഈ ബോളിനെ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഇതുമേലൊരു ചവിട്ടി അതിനകത്തേക്ക് ഇടണം. ഇതവിടെ കൊണ്ടുവന്നതിൻ്റെ ഒപ്പം കഥ പറയും നിങ്ങളോട്. ആ കഥയിൽ നിന്ന് 3 ചോദ്യങ്ങൾ ചോദിക്കും. ഒരു ചോദ്യത്തിന് 10 മാർക്ക് വീതമാണ് മാർക്ക്. ഈ ആക്ടിവിറ്റിക്ക് 21 മാർക്കാണ്. ഒന്നല്ല 5 ബോൾ 1 മിനിറ്റ്. 5 എണ്ണം ഇട്ടാൽ മാത്രം ഈ 21 മാർക്ക്. മറ്റേ 30 മാർക്ക് അവിടെ അതുപോലെ കിടക്കും ചോദ്യത്തിന്റെ ഉത്തരത്തിനനുസരിച്ച്. ആദ്യം ഇത് ആരാണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ തന്നെ വിളിക്കട്ടെ? മാഷെ തന്നെ വിളിക്കുകയാണ്. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. തുടങ്ങിക്കോളൂ. കഥ തുടങ്ങിയാണ്. കുഞ്ഞനുറുമ്പും പൊണ്ണനുറുമ്പും കൂടി പത്തായത്തിൽ അരി കക്കാൻ പോയി. കുഞ്ഞനുറുമ്പിന്റെ കയ്യിൽ ഒരു ബിഗ് ഷോപ്പറും പൊണ്ണനുറുമ്പിന്റെ കയ്യിൽ ഒരു മഞ്ഞ സഞ്ചിയും ഉണ്ടായിരുന്നു. വഴിക്ക് വെച്ച് കയ്യിലൊരു കൊട്ടയുമായി ചോണനുറുമ്പും അവരുടെ കൂടെ വന്നു. പക്ഷേ കാവൽക്കാരൻ കട്ടുറുമ്പ് അവരെ കണ്ടു. ഇതായിരുന്നു കഥ. എല്ലാം ശ്രദ്ധിച്ച ലക്ഷണമാണ് എനിക്ക് കാണുന്നത്. 2 ചേട്ടാ 32 സെക്കൻഡുകൾ അവസാനിച്ചിരിക്കുകയാണ്. പുള്ളിയുടെ ഓരോ പ്രതിഭാ വിലാസങ്ങളെ. 20 സെക്കൻഡുകൾ മാത്രം. 15 സെക്കൻഡ് മാത്രം. സുഡോഷ് സുപ്ലിച്ചൻ കുപ്ലോഷ് ടിപ്ലോഷ് ടിങ്കോൾസപ്പ് ടിംഗ്ലി 5 തീർന്നടാ. പൊണ്ണനുറുമ്പിന്റെ കയ്യിൽ എന്തായിരുന്നു? മഞ്ഞ സഞ്ചി. ആരായിരുന്നു കാവൽക്കാരൻ? പൊണ്ണനുറുമ്പ്. വഴിക്ക് വെച്ച് കൂടെ കൂടിയത് ആരായിരുന്നു? കരടിയല്ല. പൊണ്ണനുറുമ്പിന്റെ കയ്യിൽ എന്തായിരുന്നു? മഞ്ഞ സഞ്ചി. ശരി ഉത്തരം. 10 മാർക്ക്. ആരായിരുന്നു കാവൽക്കാരൻ? കട്ടുറുമ്പ്. ലോകപരാജയം. തെറ്റുത്തരമായിരുന്നു. വഴിക്ക് വെച്ച് കൂടെ കൂടിയത് ആരായിരുന്നു? ചോണനുറുമ്പ്. അതും തെറ്റുത്തരമായിരുന്നു. ഈ റൗണ്ടിൽ 10 മാർക്കുകൾ. മാഷെ ഒന്ന് എനിക്ക് മാഷെ അതിനകത്ത് എത്ര ബോൾ ഉണ്ടെന്ന് എനിക്ക് സത്യം പറയാനുള്ള സാധ്യതയില്ല. ഞാൻ പോയി നോക്കാം. 6 എണ്ണം. 2 2 4 മാഷെ ഇത് എണ്ണം തെറ്റി. എണ്ണം തെറ്റി. 4 ബോളാണ്. ഒരെണ്ണം കൂടി ഇട്ടിരുന്നെങ്കിലുണ്ടല്ലോ മാഷ് വിലയൊക്കെ മാറി വേറെ സെറ്റപ്പ് ആയിപ്പോനെ. ഈ റൗണ്ടിൽ ആക്ടിവിറ്റിക്ക് സാറിന് മാർക്കില്ല. കാരണം അത് കംപ്ലീറ്റ് ചെയ്തില്ല. 10 മാർക്കും കൊണ്ട് ജിതിൻ സാറെ അവിടെ ചെന്ന് നിൽക്കുക. മാഷെ ഓടി വരൂ. മാഷിന്റെ സമയം തുടങ്ങിയോ? തങ്കപ്പൻ ചേട്ടൻ പറഞ്ഞു പാമ്പ് പാല് കുടിക്കില്ല. എന്നാൽ പൊന്നപ്പൻ ചേട്ടൻ പറഞ്ഞു പാമ്പ് പാല് കുടിക്കും. തർക്കമായി. അവസാനം വാവ സുരേഷ് പ്രഖ്യാപിച്ചു ശംഖുവരേന് മോരാണിഷ്ടം, മൂർഖന് തൈരാണിഷ്ടം, നീർക്കോലി റബ്ബർ പാല് കുടിക്കും, രാജവെമ്പാല വെണ്ണ മാത്രമേ കഴിക്കൂ. കഥ കഴിഞ്ഞു. 32 സെക്കൻഡ്. പടപടയെന്ന് ഇട്ടു കേട്ടാ. ഇനി 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നമുക്ക് 5 ബോൾ അതിനകത്ത് ഇടണം. 25 സെക്കൻഡ്. 20 സെക്കൻഡ്. എന്നെയൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. എന്റെ കഥ കഴിച്ചില്ലേ? 15 സെക്കൻഡ് മാത്രം. പക്ഷേ 15 സെക്കൻഡുകൾ മാത്രം. 15 സെക്കൻഡ്. 10 9 8 7 6 5 4 3 2 1. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് മാഷ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഈ സാധനം കാണിച്ചു. ഇത് സച്ചിൻ തെണ്ടുൽക്കർ സെഞ്ചുറി അടിച്ചാല് അങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു സാധനം. എന്തുകൊണ്ടാണ് അത് കാണിച്ചത്? ഇതിനകത്ത് ഉണ്ടെന്നാണ് എന്റെ ആത്മവിശ്വാസം. ഞാൻ പറയട്ടെ. തുറന്നു ഉണ്ട് കേട്ടോ. ഇതാ
വേസ്റ്റ് ബാസ്ക്കറ്റിനുള്ളിലേക്ക് 5 കളറുണ്ടകൾ ഇട്ടുകൊണ്ട് മാഷ് തുടക്കം തൊട്ടേ ലീഡ് നിലവാരം ഈ ഇലക്ഷന്റെ ദിവസം രാവിലെ റിപ്പോർട്ട് വായിക്കും. തുടക്കം മുതലേ ലീഡ് 4ാമത്തെ വാർഡിലെ പെട്ടി പൊട്ടിച്ചപ്പോൾ ലീഡ് നിലനിർത്തി, 5ാമത്തെ വാർഡിലെ പെട്ടി പൊട്ടിച്ചപ്പോൾ ലീഡ് പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഏറ്റക്കുറച്ചിലുകളുടെ മത്സരത്തിൽ വാശിയോടെ ശക്തിയോടെ മത്സരിച്ച് ജയിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് ചോദ്യമുണ്ട്, തങ്കപ്പൻ ചേട്ടനാണോ പൊന്നപ്പൻ ചേട്ടനാണോ പാമ്പ് പാല് കുടിക്കൂല എന്ന് പറഞ്ഞത്? പനപ്പച്ചാട്. പൊന്നപ്പൻ ചേട്ടൻ. ചെയ്യണോ? പറയാം. ഏത് പാമ്പ് റബ്ബർ പാല് കുടിക്കുമെന്നാണ് വാവ സുരേഷ് പറഞ്ഞത്? വളവളപ്പം പാമ്പ്. വളവളപ്പൻ. തൈര് ഇഷ്ടപ്പെടുന്ന പാമ്പ് ഏതാണ്? സോറി, അറിയില്ല. നീർക്കോലി. അപ്പൊ എന്റെ ചില സുഹൃത്തൊക്കെ ഉണ്ട് പാമ്പായ തൈര് കൊടുത്താണ് പിന്നെ മനുഷ്യനാക്കുന്നത്. ചേട്ടാ, തങ്കപ്പൻ ചേട്ടനാണോ പൊന്നപ്പൻ ചേട്ടനാണോ പാമ്പ് പാല് കുടിക്കുന്നത്? തങ്കപ്പൻ ചേട്ടനാണ് പാമ്പ് പാല് കുടിക്കില്ല എന്ന് പറഞ്ഞത്. കേട്ടല്ലോ? തെറ്റല്ലേ? ഉറപ്പായിട്ടും. ഞാൻ നില്ല് ഇത് 2 അക്കൗണ്ടാണ്. ഒന്ന് സേവിങ്സ്, മറ്റേത് കറണ്ട്. ഏത് പാമ്പ് റബ്ബർ പാല് കുടിക്കുമെന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ വെറുതെ നീർക്കോലി എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് വളവളപ്പൻ എന്ന് പറഞ്ഞു. നീർക്കോലിയാണ് ശരി ഉത്തരം. ഒരു കാര്യമില്ലായിരുന്നു. തൈര് ഇഷ്ടപ്പെടുന്ന പാമ്പ് ഏതാണെന്ന് ചോദിച്ചു. ചേട്ടൻ അയ്യോ അറിയില്ല സോറി എന്ന്. അത് മൂർഖനാണ്. പണം വിടർത്തി തൈര് കൊത്തി കുടിക്കും. അപ്പോൾ ഇതിനകത്ത് ചേട്ടന് 0 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ചേട്ടന് 21 മാർക്ക്. 5 ബോൾ അവിടെ കൊണ്ടിട്ട് 21 മാർക്ക് ലഭിച്ചു. വരൂ. എപ്പിസോഡിന്റെ എവിടെയൊക്കെയോ അധ്യാപകരോടൊരു മധുര പ്രതികാരം ചെയ്യുക എന്നൊക്കെ ഞങ്ങൾ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. കാരണം ഏതൊക്കെയോ അധ്യാപകർ ഏറ്റവും ആരംഭത്തിൽ നന്ദിനി പറഞ്ഞതുപോലെ അവരുടെ ചൂരലും അവരുടെ വഴക്കും അവരുടെ പുറത്തിരുത്തലും ഒക്കെയാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരെയും എത്തിച്ചിട്ടുള്ളത്. അധ്യാപകർക്ക് വേണ്ടി സമർപ്പിച്ച ഈ എപ്പിസോഡിൽ ഏകാധ്യാപകൻ, സ്കൂളിലെ ഒരു കുട്ടിക്ക് വേണ്ടി വീട് വെച്ചു കൊടുത്ത ഒരു അധ്യാപകൻ, അവർ സംഘം ചേർന്ന് വീട് വെച്ചു കൊടുത്ത ഒരു അധ്യാപകൻ, തോറ്റുപോയപ്പോഴും അത് ഒരു 1ാം സ്ഥാനമായി ഞാൻ കണക്കാക്കുന്നു എന്ന് പറഞ്ഞ ഒരു അധ്യാപിക, കുടുംബസമേതം എത്തിയ മറ്റ് അധ്യാപികമാർ, അങ്ങനെ ഒരുപാട് നന്മയുടെ മുഹൂർത്തങ്ങളിലൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കടന്നുപോയത്. നന്ദിനി.